ഇസ് എ മാൻ വാനിഷ് ടു നത്തിങ്? പിടികൂടപ്പെടാതെ അപ്രത്യക്ഷനായി പോയ ആരെങ്കിലും ആണോ? വാനിഷ് ടു നത്തിങ് ആണോ? വേണമെങ്കിൽ നമുക്ക് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതായത് അതുകൊണ്ടാണോ നിങ്ങൾ ഈ അന്ത്യം ഡേറ്റ് അറിയില്ല, സ്ഥലം അറിയില്ല എന്ന് പറയുന്നത്? അയാൾ അല്ലല്ല, അത് അതുകൊണ്ടല്ല. അല്ല, അത് അതുകൊണ്ടല്ല. രണ്ട് അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ്. അല്ല, അപ്പോൾ അയാളുടെ ദാറ്റ് മീൻസ് അയാൾ മരിച്ചു ബോഡി റെക്കോർഡാണ്. അതിനകത്ത് ആ ഡേറ്റ് പറയുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളുണ്ട്. സർ, ദ ഡിസപ്പിയർഡ് മാൻ ഇൻ ഇന്ത്യൻ ക്രിമിനൽ ഹിസ്റ്ററിയുടെ കൂട്ടത്തിൽ പിടികിട്ടാ പുള്ളിയായി അങ്ങനെ പറയാൻ ഒരാളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. എ പ്രിസൺ ബ്രേക്കർ ആണ്. ആണോ നോക്കട്ടെ. സാറിനറിയാം, ഉറപ്പാ പറയും സാറ് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമായ ഒരു ചോദ്യം ചോദിക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അദ്ദേഹം അതാണോ എന്ന് അറിയണമല്ലോ. ലോകാത്ഭുതങ്ങൾ വല്ലതും വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട് സർ. എൻ്റെ രണ്ട് കാലിൽ തൊട്ട് തൊഴുതു ഞാൻ. എക്കണോമിക്സ് പഠിച്ചോണ്ടാ മറ്റേ അതർ സൈഡിലൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. പ്രേക്ഷകർക്ക് കുറേ പേർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ദ ഇഡിയറ്റ്സ് റോബിൻ ഹുഡ്, വിഡ്ഢികളുടെ റോബിൻ ഹുഡ് എന്നുള്ള വിളിപ്പേര് അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നു. ഉണ്ട് സർ. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രം ഇപ്പോൾ മലയാളിക്ക് ഒരു സുകുമാരക്കുറിപ്പ് എന്നുള്ളതാണ് മലയാളിക്ക് ഉള്ളത്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഗതിയുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒക്കെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ കാണുന്ന പത്രവാർത്തകളായാലും നമ്മൾ ചാനലിലൂടെ കേൾക്കുന്ന വാർത്തകളിലായാലും ആട്, തേക്ക്, മാഞ്ചിയം, പാതിവില, മോട്ടോർ സൈക്കിൾ എന്നിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ത്യയിലെ സത്യത്തിൽ ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് പോയത് ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിൽ ഭാഗമല്ലല്ലോ, അധോലോകം അണ്ടർവേൾഡ് അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഔട്ട്റൈറ്റ് ആയിട്ട് നോ എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഒരാൾ ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ക്രൈം സിൻഡിക്കേറ്റിൽ, ഒരു ക്രൈമിൽ ഒരാൾ, ഒരു സംഘടിതമായ കുറ്റകൃത്യം അല്ലാതെ ഒരാൾ അത്ര കണ്ട് ശ്രദ്ധേയനാകണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ക്രൈം ആകണം, ഒരു ഒറ്റയ്ക്കുള്ള കുറ്റകൃത്യമാകണം. ഒറ്റയ്ക്കുള്ള ഒരു കുറ്റകൃത്യം നടത്തിയവർ ലോകത്തിൽ ഇഷ്ടം പോലെ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ, ലോകത്തിൽ എല്ലായിടത്തും ദിവസം നടക്കുന്നില്ലേ? ഇവിടെയൊക്കെ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരുടെ പേര് അശ്വമേധ് വിചാരിച്ചാൽ അപ്രൂവ് ചെയ്യാൻ പറ്റുമോ? കൊല്ലത്ത് എവിടെ വീട്? അടൂർ കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ തങ്കമണി ടീച്ചറുടെ വീട്ടിൻ്റെ തട്ടിന് മുകളിലൂടെ ഒരാൾ 3 പവൻ്റെ മാല മോഷ്ടിച്ചാൽ അയാളുടെ പേര് അപ്രൂവ് ചെയ്യുമോ? ഇല്ല. പക്ഷേ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അമൂല്യ സംഭാവനകളിൽ നിന്നായ താജ്മഹൽ വിൽക്കാൻ വേണ്ടി ഒരാൾ കാശ് വാങ്ങിച്ചാൽ, പാർലമെൻറ്റ് ബിൽഡിംഗ്, രാഷ്ട്രപതി ഭവൻ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെ, രാഷ്ട്രപതി ഭവൻ ഞാൻ വിറ്റ് തരാം. രാഷ്ട്രപതി ഭവൻ വിൽക്കാൻ വേണ്ടി കാശ് വാങ്ങിച്ചൊരു മനുഷ്യൻ, താജ്മഹൽ വിൽക്കാൻ വേണ്ടി കരാറെടുത്ത മനുഷ്യൻ, ഇന്ത്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരിൽ, പച്ചക്ക് പറഞ്ഞാൽ കള്ളന്മാരിൽ ഒരാൾ. കുറച്ചുകൂടി നമ്മളതിനെ ഇപ്പോഴത്തെ വെബ് സീരീസിൻ്റെ കാലമായതുകൊണ്ട് അതിനെ സ്കാം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ സ്കാം എന്നൊന്നുമല്ല, നല്ല ശുദ്ധ തട്ടിപ്പ് എന്ന് പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് അയാൾ. അയാൾ ഒരുപാട് ജയിലിൽ ചാടിയ ആളാണ്. അവസാനം അയാൾ രക്ഷപ്പെട്ടു. അയാൾ ഇതുവരെ പിടികൂടപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായ രേഖപ്പെടുത്തലിൽ ഇയാളെ പിടിച്ചിട്ടില്ല ഇതുവരെ. ടാറ്റയും ബിർളയും വരെ, അംബാനി നമ്മുടെ മുകേഷ് അംബാനിയുടെ അച്ഛൻ ധീരുഭായ് അംബാനിയെ പറ്റിച്ചിട്ടുണ്ട് ഇയാൾ. ധീരുഭായ് അംബാനിയുടെ അടുത്ത്, ടാറ്റയുടെ അടുത്ത്, ബിർളയുടെ അടുത്ത്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇദ്ദേഹം പറ്റിക്കാറുള്ളത്. ജന്മസ്ഥലത്ത് ഒരു മോണമെന്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഈ മോഷ്ടിക്കുന്ന പൈസയിൽ വലിയൊരു വിഭാഗം ഇയാളുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. 2 ബയോപിക്സ് വന്നിട്ടുണ്ട്, സിനിമകൾ വന്നു. സിനിമ ഒന്നുമല്ല, ഇയാളുടെ നാട്ടിൽ ഇയാൾ ദൈവമാണ്. പക്ഷേ നമുക്കറിയില്ല, നമ്മൾ കേരളീയരാണ്, നമുക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ ചരിത്രം ഒന്ന് പറയുന്നു, നമ്മളതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. തട്ടിപ്പിൻ്റെ രാജാവ് നട്വർലാൽ അല്ലേ? തീർച്ചയായും. ഇഡിയറ്റ്സ് റോബിൻ ഹുഡ്, വിഡ്ഢികളുടെ റോബിൻ ഹുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നട്വർലാൽ ലോകത്തിലെ എന്തും ഈ ചന്ദ്രനെ കാണിച്ച് കൈവെള്ളയിൽ വെച്ച് തന്നാൽ ഞാനിപ്പോൾ വിറ്റ് തരാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ് നട്വർലാൽ. രാഷ്ട്രപതി ഭവനും താജ്മഹലും വരെ ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ച് സ്കാം നടത്തി. ഇതിൻ്റെ വസ്തു തന്നെ നമുക്ക് നാളെ വില പറയാം. പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇത്തരം ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കിങ് ലെയർ എന്നൊക്കെ പറയുന്ന സിനിമയിലെ ഇത് കാണുമ്പോഴൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അതിൽ നിന്ന് ഊർജ്ജം, അയാളുടെ ബയോപിക്ക് മാത്രമല്ല സർ, അയാളുടെ ജീവിതത്തിൽ നിന്ന് ഊർജ്ജം കൊണ്ട് ഒട്ടനവധി സിനിമകൾ പല ഭാഷകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച്. നട്വർലാൽ അഥവാ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ
കുപ്രസിദ്ധനായ നയവഞ്ചകൻ. താജ്മഹൽ, ചെങ്കോട്ട, രാഷ്ട്രപതി ഭവൻ, ഇന്ത്യൻ പാർലമെന്റ് ഹൌസ് എന്നിവ ആവർത്തിച്ച് വിറ്റതുൾപ്പെടെ പല കുറ്റകൃത്യങ്ങൾക്കും ജയിൽ ചാട്ടങ്ങൾക്കും കുപ്രസിദ്ധൻ. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്കേ ഒപ്പമുള്ളവരെ വഞ്ചിച്ച് ധനസമ്പാദനം നടത്തിയിരുന്ന നട്വർലാൽ പ്രമുഖരായ പല വ്യക്തികളുടെയും കയ്യൊപ്പുകളും മറ്റു രേഖകളും വ്യാജമായി ആവിഷ്കരിച്ച് ബാങ്കുകൾ ഉൾപ്പെടെ പല വിദേശീയരെയും വഞ്ചിച്ച് അതിധനികനായി മാറി. നിരവധി തവണ പിടിക്കപ്പെട്ടുവെങ്കിലും പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് തന്ത്രപൂർവ്വം ജയിൽ ചാടുകയും തടവിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ദീർഘനാൾ ഒളിവിലായിരുന്ന നട്വർലാലിന്റെ മരണത്തെക്കുറിച്ചും ദുരൂഹതകൾ ഏറെയാണ്.